സീറോ ടിക്കറ്റ് തട്ടിപ്പ്. പ്രിയദർശിനി ബസ്സുകളിൽ പുരുഷ യാത്രക്കാർക്ക് വനിതാ ടിക്കറ്റ്. പ്രിയദർശിനി ബസ് സർവീസുകളിൽ വനിതാ യാത്രക്കാർക്കുള്ള സീറോ ടിക്കറ്റ് പുരുഷ യാത്രക്കാർക്ക് നൽകി തട്ടിപ്പ്. സംഭവത്തിൽ പരാതിയുമായി പുരുഷ യാത്രക്കാർ രംഗത്തെത്തി. യാത്രക്കാർ ടിക്കറ്റ് ശ്രദ്ധിക്കാത്തതിനെ തുടർന്ന് പുരുഷന്മാർക്കും സീറോ വാല്യൂ ടിക്കറ്റ് നൽകിയാണ് വെട്ടിപ്പ് നടത്തുന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട് 3ലധികം കേസുകളാണ് ഇതുവരെ റിപ്പോർട്ട് ചെയ്തത്. ആലുവ പറവൂർ റൂട്ടിൽ യാത്ര ചെയ്യുകയായിരുന്ന തനിക്ക് കണ്ടക്ടർ സീറോ വാല്യൂ ടിക്കറ്റ് നൽകിയതായി തമിഴ്നാട് സ്വദേശി KSRTCക്ക് നൽകിയ പരാതിയിൽ പറയുന്നു. ബസ്സിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷമാണ് തനിക്ക് ലഭിച്ചത് വനിതകൾക്ക് നൽകുന്ന സൗജന്യ ടിക്കറ്റ് ആണെന്ന് മനസ്സിലാക്കിയത്. തുടർന്ന് KSRTCയുടെ ഓപ്പറേറ്റിംഗ് കൺട്രോൾ സെന്ററിലേക്ക് ഇമെയിൽ മുഖാന്തരം പരാതി നൽകി. ഇതോടെ നടത്തിയ അന്വേഷണത്തിൽ ബസ്സിൽ തിരക്കായിരുന്നുവെന്നും കാഴ്ച കുറയുന്ന പ്രശ്നമുള്ളതായും താൽക്കാലിക ജീവനക്കാരനായ കണ്ടക്ടർ മൊഴി നൽകി. എന്നാൽ ടിക്കറ്റ് റിപ്പോർട്ടിൽ പരിശോധനയിൽ 34 യാത്രക്കാർ മാത്രമാണ് ആ സമയത്ത് ബസ്സിൽ ഉണ്ടായിരുന്നുവെന്ന് വ്യക്തമായി. ഇതോടെ കണ്ടക്ടർ സാമ്പത്തിക ലാഭം ഉണ്ടാക്കിയെന്ന അന്വേഷണ റിപ്പോർട്ട് കൈമാറിയാണ് വിവരം. പൊന്നാനി ഡിപ്പോയിൽ നിന്ന് പാലക്കാട്ടേക്കുള്ള ബസ്സിൽ 8 ഇതര സംസ്ഥാനക്കാരായ പുരുഷ വിനോദസഞ്ചാരികൾക്ക് വനിതാ സൗജന്യ ടിക്കറ്റ് നൽകിയ സംഭവം വിവാദമായിരുന്നു. അധികൃതർ നടത്തിയ പരിശോധനയിൽ കണ്ടക്ടറെ സസ്പെൻഡ് ചെയ്തു. കൂടാതെ എറണാകുളം ഗുരുവായൂർ റൂട്ടിൽ സമാന സംഭവം റിപ്പോർട്ട് ചെയ്തതായും വിവരം. ടിക്കറ്റ് മാറി നൽകിയതായി ഒരു യാത്രക്കാരൻ പരാതി നൽകുകയും ചെയ്തു. ഒരു യാത്രക്കാരൻ തനിക്ക് ലഭിച്ചത് സൗജന്യ ടിക്കറ്റാണെന്ന് പറഞ്ഞപ്പോൾ കണ്ടക്ടർ സീറോ വാല്യൂ ടിക്കറ്റ് തിരിച്ചു വാങ്ങുകയും മറ്റൊരു ടിക്കറ്റ് നൽകുകയും ചെയ്തിരുന്നു. ഇതോടെ പരാതിക്കാരനും തനിക്ക് ലഭിച്ച ടിക്കറ്റ് പരിശോധിച്ചപ്പോൾ ലഭിച്ചത് സീറോ വാല്യൂ ടിക്കറ്റ് ആയിരുന്നു. കണ്ടക്ടറുടെ പെരുമാറ്റത്തിൽ സംശയം തോന്നിയതിനാൽ ബസ്സിൽ നിന്ന് ഇറങ്ങിയ ശേഷം KSRTC കൺട്രോൾ സെന്ററിൽ യാത്രക്കാരൻ പരാതി നൽകുകയായിരുന്നു. പരാതിയിൽ കണ്ടക്ടറുടെ ബാഗ് അധികൃതർ പരിശോധിച്ചപ്പോൾ 135 രൂപ അധികമായി കണ്ടെത്തി.